ഞാൻ ആ പേരിന് യോഗ്യത ഉള്ളവളല്ല. എന്ത് യോഗ്യതയാണ് ഞാൻ ആ പേരിന് ഉള്ളത് എനിക്കറിയില്ല. എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച അക്ബറിനോട് ഞാൻ ക്ഷമിക്കൂല. അതിന്റെ പേരിൽ എന്ത് വന്നാലും. ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ് 2 ലാലേട്ടൻ നേരിട്ടെത്തിയ എപ്പിസോഡായിരുന്നു. അതിൽ നമ്മുടെ രേണുസുധിയെ സെപ്റ്റി ടാങ്കിനോട് ഉപമിച്ച നമ്മുടെ അക്ബറിന്റെ പരാതി ലാലേട്ടൻ ഒറ്റ നിപ്പിൽ തീർപ്പാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നിരുന്നത്. അതിൽ നിന്ന് ലാലേട്ടൻ നേരിട്ട് വരികയും അക്ബറിനോട് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അക്ബറിനോട് ചോദിച്ചിരുന്നു, നമ്മുടെ രേണുസുധിയെ കൺവിൻസ് ചെയ്യാനായി നീ എന്തൊക്കെ ചെയ്തു, കൺവിൻസ്ഡ് ആയോ എന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയുടെ പുറകെ പോലും ഇത്രയും കൂടുതൽ നടന്നിട്ടില്ല ലാലേട്ട. അതിന് അക്ബർ പറയുന്ന ഒരുപാട് ന്യായങ്ങളുണ്ട്. അക്ബർ പറയുന്നുണ്ട്, ഞാൻ രേണുസുധിയെ കൺവിൻസ് ചെയ്യാനായി ഒരുപാട് പാട്ടുകൾ പാടിക്കൊടുത്തു. അതിനുശേഷം ചപ്പാത്തി ഹാർട്ടിൻ്റെ രീതിയിലെല്ലാം ഉണ്ടാക്കി അത് രേണുസുധിക്ക് കൊടുത്തു. അതിലൊന്നും രേണുസുധി കൺവിൻസ്ഡ് ആവുന്നില്ല ലാലേട്ട. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ലാലേട്ടനോട് ചോദിക്കുമ്പോൾ ലാലേട്ടൻ എല്ലാവർക്കും, ബിഗ് ബോസിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അക്ബർ നമ്മുടെ രേണുസുധിയെ കൺവിൻസ് ചെയ്യാനായിട്ട് കളിച്ച എല്ലാ കളികളും ഒരു വീഡിയോ ആക്കിയിട്ട് നമ്മുടെ മത്സരാർത്ഥികൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. ആ മത്സരാർത്ഥികളെല്ലാം തന്നെ അത് കണ്ട ശേഷം വളരെ ആഹ്ലാദത്തിൽ കൈയടിക്കുകയും ചെയ്തു. അപ്പോൾ വീണ്ടും ലാലേട്ടൻ രേണുസുധിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കൺവിൻസ്ഡ് ആയോ എന്ന് ചോദിക്കുമ്പോൾ, അതേ ലാലേട്ട, ഞാൻ അക്ബറിനോട് ക്ഷമിച്ചിരിക്കുന്നു, ഒരു നിവൃത്തിയുമില്ലാത്ത രീതിയായപ്പോൾ രേണുസുധി പറയുകയാണ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പറയുകയാണ്. അതിനുശേഷം അക്ബർ ഓടിച്ചെന്ന് നമ്മുടെ രേണുസുധിക്ക് കൈ കൊടുക്കുന്നു. അതിനുശേഷം രേണുസുധി പറയുകയാണ്, ഇനി ഒരിക്കലും ഒരാളോടും ഇത്തരം ഒരു പരാമർശം നടത്തരുത് എന്ന് അക്ബറിനോട് പറയുമ്പോൾ അക്ബർ വളരെ നിഷ്കളങ്കനായിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരാളോട് പോലും ഇത്തരം ഒരു പരാമർശം നടത്തുകയില്ല എന്ന് പറഞ്ഞ് കൈകൈകുന്നതാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു. ഒരൊറ്റ വാക്കിൽ പ്രശ്നങ്ങളെല്ലാം ലാലേട്ടൻ തീർത്തു എന്നുള്ളതാണ്. ബിഗ് ബോസിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇത്തരം ഒരു വാക്ക് മാത്രം വെച്ചുകൊണ്ട് രേണുസുധി ഇങ്ങനെ കടിച്ചു തൂങ്ങി ആ ഗെയിമിൽ ഇങ്ങനെ നിന്ന് പോകുന്നതാണ് നമ്മൾ കണ്ടത്. 2 ആഴ്ച വരെ ലാലേട്ടൻ അതിന് സമയം കൊടുത്തു. അതിനുശേഷം രേണുസുധി അതിൽ തന്നെ പിടിച്ച് കയറിക്കളാം എന്നൊരു വിശ്വാസത്തിൽ രേണുസുധി പറഞ്ഞിരുന്നു, ഞാൻ ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല എന്നും ഇനി ഞാൻ ഒരിക്കലും കൺവിൻസ്ഡ് ആവുകയില്ല എന്നും ഇനി ബിഗ് ബോസിൽ നിന്ന് എന്നെ പുറത്ത് വിടുകയാണെങ്കിൽ പോലും എനിക്കൊരു പ്രശ്നവുമില്ല, ഇത് പുറത്തു കൊടുക്കുന്ന ഒരു കാര്യമേ എൻ്റെ ജീവിതത്തിൽ ഒതുക്കുകയില്ല എന്ന് പറഞ്ഞ് രേണുസുധിയെ ലാലേട്ടൻ വലിച്ചിട്ട് അലക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇത്തരം ഒരു കാര്യവുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുകയില്ല എന്ന് കർക്കശമായി ലാലേട്ടൻ പറയുന്നിടത്താണ് രേണുസുധി അക്ബറിനെ കൺവിൻസ്ഡ് ആയിക്കൊണ്ട് അത് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ നല്ലൊരു ഇടപെടൽ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും അക്ബർ ചെയ്തത് ചെറ്റത്തരം തന്നെയാണ്. കാരണം ഒരു സ്ത്രീയെ അത്തരമൊരു പരാമർശത്തോട് ഉപമിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും പാടില്ലായിരുന്നു. അത് വളരെ മോശമായൊരു പരാമർശം തന്നെയായിരുന്നു. അത് അക്ബർ പിൻവലിച്ചിരുന്നു. തീർച്ചയായിട്ടും അതിനോട് മാപ്പും ചോദിച്ചു ഒരുപാട് പ്രാവശ്യം. ഇതൊരു കളിയാണ്, ഒരു ഗെയിമാണ്. ഇത്തരം കളികളിൽ ഇത്തരം പരാമർശങ്ങളെല്ലാം തന്നെ അതൊരു കളിയായിട്ട് മാത്രമേ എടുക്കേണ്ടതുള്ളൂ. എന്നാലും പൊതുജനങ്ങൾ മറ്റൊരു രീതിയിലേക്ക് അത് എടുത്തത് കൊണ്ടാണ് ലാലേട്ടൻ തന്നെ അതിൽ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ അതിലൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി രേണുസുധി കുറച്ച് കഷ്ടപ്പെടുമെന്നുള്ളതാണ്. ഈ ഒരു ഒറ്റ പേരുമൽ പിടിച്ചുകൊണ്ടായിരുന്നു രേണുസുധി 2 ആഴ്ച ബിഗ് ബോസിൽ പിടിച്ചു നിന്നത്. അല്ലാതെ കാര്യമായിട്ടുള്ള വലിയ മത്സരങ്ങളോ ഒന്നിനും തന്നെ രേണുസുധി വലിയ വിജയങ്ങളോ കാര്യങ്ങളോ ഒന്നും നേടിയിരുന്നില്ല. എന്നാൽ തീർച്ചയായിട്ടും ഇപ്പോൾ അനുമോളാണ് കളിച്ചിരിക്കുന്നത് ബിഗ് ബോസിൽ. രേണുസുധിക്ക് മുന്നോട്ടുള്ള എപ്പിസോഡിൽ വെറും കഠിനമായ മത്സരങ്ങളാണ് നേരിടേണ്ടി വരിക എന്നുള്ളതാണ്. ഈ സെപ്റ്റി ടാങ്ക് പരാമർശം ഇതോടെ ബിഗ് ബോസ് നിർത്തിയിരിക്കുകയാണ്. ഈ പരാമർശം എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി രേണുസുധിക്ക് സാധിക്കുകയില്ല. ഇനി മത്സരം ശരിയായ രീതിയിൽ കളിച്ചാൽ മാത്രമേ രേണുസുധിക്ക് മുന്നോട്ടുള്ള ബിഗ് ബോസിൻ്റെ എല്ലാ എപ്പിസോഡുകളിലും നമുക്ക് കാണണമെങ്കിൽ നല്ല മത്സരങ്ങൾ കാഴ്ചവെച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ് ഏറ്റവും അവസാനം ബിഗ് ബോസിനുള്ള വാർത്തകൾ. വീണ്ടും നല്ലൊരു എപ്പിസോഡുമായി മുന്നേ വരുന്നവരെ നന്ദി, നമസ്കാരം.